ഹായ് ഗൈസ്, ഐ എം മിസാജ്. നമ്മൾ ഈ ഒരാഴ്ച ഡീൽ ചെയ്യാൻ പോകുന്ന യൂണിറ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗറിതംസ് ആണ്. 7 ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. അതിൽ നിന്ന് 5 ടോപ്പിക്കിൽ നിന്നാണ് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക് ഡേറ്റ സ്ട്രക്ചേഴ്സ്. നമ്മൾ നോക്കുന്ന സബ് ടോപ്പിക്സ് സ്റ്റാക്സ്, ക്യൂസ്, പ്രയോറിറ്റി ക്യൂസ്, ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ഹാഷിംഗ് ആണ്. സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് അൽഗറിതംസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. കൂടുതലായിട്ടും അതിൻ്റെ കോംപ്ലക്സിറ്റി ബേസിസിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. സോ അത് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വിക്ക് പേപ്പർ അനാലിസിസ് നോക്കാം. 2019 ജൂണിൽ ട്രീസ്, ഗ്രാഫ്സ് ആൻഡ് ഹാഷിംഗ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബട്ട് ട്രീസ് ആൻഡ് ഗ്രാഫ്സ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്തിരുന്നായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യില്ല. ഓൾസോ ഇൻ 2019 ഡിസംബർ പ്രയോറിറ്റി ക്യൂസ്, ട്രീസ്, ഗ്രാഫ്സ് ആൻഡ് സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് അൽഗറിതംസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് അൽഗറിതംസിൻ്റെ കോംപ്ലക്സിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു പോർഷൻ നെക്സ്റ്റ് ടോപ്പിക്കിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേയും ഡേറ്റ സ്ട്രക്ചേഴ്സ് ആക്ച്വലി എന്താണെന്ന് അറിയണം, റൈറ്റ്? ഫോർ ദാറ്റ് ബേസിക്കലി ഡേറ്റ എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ് ഓർ റോ ഐറ്റംസ്. ഒരു ഇൻറ്റിജർ എലമെൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂ പോലെ അങ്ങനെ എന്തെങ്കിലുമാണ് ഡേറ്റ എന്ന് പറയുന്നത്. എന്നാൽ ഡേറ്റ സ്ട്രക്ചർ എന്നാൽ it has a logical relationship existing between individual elements of data. അതായത് ഒരു ഇൻറ്റിജർ എലമെൻറ്റും ഒരു ക്യാരക്ടർ അറേയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സൈഡിൽ നമുക്ക് കാണാം ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഹാവിങ് ദ സെയിം ഡേറ്റ ടൈപ്പ് ഈസ് കോൾഡ് ആൻ അറേ ഡേറ്റ സ്ട്രക്ചർ. നമുക്കറിയാം ഒരു പ്രോഗ്രാം എന്നാൽ അതിന് നട്ടെല്ലായിട്ടൊരു അൽഗറിതം ഉണ്ടാവും. അതുകൂടാതെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡേറ്റ സ്ട്രക്ചേഴ്സും ഉണ്ടാകും. സോ ദീസ് എഫക്റ്റ് ദ സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റീസ് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഗ്രാം. ഇവിടെ നമുക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ഹയറാർക്കിക്കൽ റെപ്രസെൻറ്റേഷൻ കാണാം. In fact, data structures are divided into primitive data structures and non-primitive data structures. Primitive എന്താണ്? These are the basic structures and are directly operated upon by the machine instructions. For example, integer, character, float and pointers. While non-primitive data structures are more sophisticated data structures. ഇതെല്ലാം പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഡേറ്റ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്ട്രക്ചറിങ് എ ഗ്രൂപ്പ് ഓഫ് ഹോമോജീനസ്, അതായത് സെയിം ടൈപ്പ് ഓർ ഹെട്രോജീനസ്, വിച്ച് മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇങ്ങനത്തെ ഡേറ്റ എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ആക്കുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സാണ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഹോമോജീനസിനടിയിൽ വരുന്നതാണ് അറേസ്. അവിടെ നമുക്ക് 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷനിലുണ്ട്, മൾട്ടി ഡയമെൻഷനിലുണ്ട്. അല്ലാതെ ഹെട്രോജനസി വരുന്നതാണ് ലിസ്റ്റ്സ്. ലിസ്റ്റിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യാം ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ്. ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിലെ എലമെൻറ്റ്സ് എല്ലാം ഒരു സീക്വൻസിലായിരിക്കും. ഇറ്റ് ഫോംസ് എ ലീനിയർ സീരീസ്. ഫോർ എക്സാമ്പിൾ സ്റ്റാക്ക്, ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്സ്. എന്നാൽ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്താണ്? ഇതിൽ ഡേറ്റ ഐറ്റംസ് ആർ കണക്റ്റഡ് ടു സെവറൽ അതർ ഡേറ്റ ഐറ്റംസ്. ഒന്നെങ്കിൽ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പറയാം. അപ്പം നമുക്കറിയാം ഇതിൽ ഡേറ്റ എലമെൻറ്റ്സ് വിൽ നോട്ട് ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻഷ്യൽ മാനർ. കുറച്ച് എക്സാമ്പിൾസാണ് ട്രീസും ഗ്രാഫ്സും. ഈ കേസിൽ ഡേറ്റ എലമെൻറ്റ്സ് തമ്മിലൊരു ഹയറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉള്ളത്. ആദ്യം തന്നെ സ്റ്റാക്സ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ വിച്ച് ഫോളോസ് എ ലിഫോ ഓർ ഫിലോ ഓർഡർ, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ഇവിടെ ടോപ്പ് എന്ന പോയിൻ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും.
ഏറ്റവും ലാസ്റ്റിൽ ഏത് എലമെൻ്റ് ആണോ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തത് ആ ഒരു എലമെൻ്റ് ആയിരിക്കും ഫസ്റ്റ് റിമൂവ് ആകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതാണ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺ എ സ്റ്റാക്ക്. സ്റ്റാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ്സ് എ ന്യൂ സ്റ്റാക്ക്. Push function, it adds the new data item to the top of the stack. Pop function, it removes the top item from the stack. Peek function, what it does is ഏറ്റവും ടോപ്പിലിരിക്കുന്ന എലമെൻറ്റിൻ്റെ വാല്യൂ സെൻഡ് ചെയ്യും, ബട്ട് ഇറ്റ് വിൽ നോട്ട് റിമൂവ് ഇറ്റ്. ഈസ് എംപ്റ്റി ഫംഗ്ഷൻ ആ സ്റ്റാക്ക് എംപ്റ്റി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ദ സൈസ് ഫംഗ്ഷൻ സ്റ്റാക്കിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെൻഡ് ചെയ്യും. സ്റ്റാക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവാലുവേഷൻ ഓഫ് അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്. അവ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയൊക്കെ ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ ഡിനോട്ട് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇസ് ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ. അതായത് നമ്മൾ നോർമലി എഴുതുന്ന രീതിയിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഡിനോട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ A+B. ഇനി ഇതേ എക്സ്പ്രഷൻ അതായത് A+B നമുക്ക് മറ്റ് രണ്ട് രീതികളിൽ എക്സ്പ്രസ് ചെയ്യാം. വൺ ഇസ് ദ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പ്രീഫിക്സ് എക്സ്പ്രഷൻ. പോസ്റ്റ് ഫിക്സിൽ ഓപ്പറേറ്ററിനെ രണ്ട് ഓപ്പറൻസിന് ശേഷം വയ്ക്കും. എന്നാൽ പ്രിഫിക്സിൽ ഓപ്പറേറ്ററിനെ അതിൻ്റെ ഓപ്പറാൻസിന് മുന്നേ വയ്ക്കും. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ കാണാം. A+B was denoted as AB plus for postfix expression and plus AB for prefix expression. സൈഡിൽ മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A+B into C plus D. നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓപ്പറേറ്റേഴ്സിന് പ്രിസിഡൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് ഓപ്പറേറ്ററിനാണ് പ്രയോറിറ്റി കൂടുതലെന്ന്. അഥവാ പാരാൻതസിസ് അതായത് ബ്രാക്കറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിഡൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് വി ഹാവ് ടു ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ വിത്തിൻ ദ ബ്രാക്കറ്റ്സ്. പക്ഷേ അങ്ങനെ തന്നിട്ടില്ലാത്ത കേസാണെങ്കിൽ ലൈക്ക് ഇൻ ദിസ് എക്സാമ്പിൾ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഹാസ് മോർ പ്രസിഡൻസ് ഓവർ അഡിഷൻ ഓപ്പറേഷൻ. ചെയ്ത് നോക്കിയിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നൗ ഓൾസോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ പ്രിഫിക്സ് നൊട്ടേഷനെ പോളിഷ് നൊട്ടേഷൻ എന്നും കാണാം, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്നും കാണാൻ പറ്റും. ഇനി ഇഫ് ദ എക്സ്പ്രഷൻ ഇസ് ഡിനോട്ടഡ് ആസ് എ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ ഓർ എക്സ്പ്രഷൻ, ഒരു സ്റ്റാക്ക് ഉപയോഗിച്ച് അതിനെ നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ പറയും. എന്തായാലും ഇവിടെ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് കൺവേർഷൻ ഓഫ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പ്രീഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻസ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ A+B into C. ആദ്യം അതിൻ്റെ പ്രസിഡൻസ് അനുസരിച്ച് ബ്രാക്കറ്റ്സ് കൊടുത്തിരിക്കുന്നു ആൻഡ് ഈച്ച് ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷൻസിനെ സോൾവ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആദ്യത്തെ പ്രിഫിക്സ് എക്സ്പ്രഷനിൽ ഫസ്റ്റ് ബ്രാക്കറ്റിൽ വരുന്നത് B into C ആണ്. പ്രീഫിക്സ് എന്നാൽ ഓപ്പറേറ്റർ കംസ് ബിഫോർ ഓപ്പറാൻസ്. അപ്പോൾ അവിടെ എന്തായി ഇൻറ്റു BC എന്ന് നമുക്കവിടെ സോൾവ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ബ്രാക്കറ്റിൽ വരുന്നതാണ് A പ്ലസ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ എങ്ങനെ വരും? അതിൻ്റെ പ്രീഫിക്സ് എക്സ്പ്രഷൻ പ്ലസ് ആണ് അവിടുത്തെ ഓപ്പറേറ്റർ. ഫസ്റ്റ് പ്ലസ് എഴുതും, പിന്നെ രണ്ട് ഓപ്പറാൻസ് ഏതൊക്കെയാണ്? എയും ഇൻറ്റു BCയും. അങ്ങനെ അത് ഒരുമിച്ച് എഴുതിയപ്പോൾ പ്ലസ് A ഇൻറ്റു BC എന്ന് കിട്ടി. സിമിലർലി പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ B ഇൻറ്റു C ഫസ്റ്റ് സോൾവ് ചെയ്തപ്പോൾ BC ഇൻറ്റു എന്ന് കിട്ടി. ആൻഡ് ഇൻ ദ ഔട്ടർ ബ്രാക്കറ്റ് വി ഹാവ് A പ്ലസ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ അവിടെ ഓപ്പറേറ്റർ കംസ് ആഫ്റ്റർ ദ ഓപ്പറാൻസ്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് A ആണ് ഫസ്റ്റ് ഓപ്പറാൻഡ്, സെക്കൻഡ് ഓപ്പറാൻഡ് ഇസ് BC ഇൻറ്റു followed by the operator plus. അപ്പോൾ ഫൈനലി വി ഗെറ്റ് ABC ഇൻറ്റു പ്ലസ്. ഇതും നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾക്ക്
എങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 ഈസ് കൺവേർട്ടിംഗ് ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. നേരത്തെ നമ്മൾ കണ്ടു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി ഒരു സ്റ്റാക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് റീഡ് ചെയ്ത് തുടങ്ങണം. ഇഫ് ഇറ്റ് ഈസ് ആൻ ഓപ്പറാൻഡ് നമ്മളത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ സ്റ്റാക്കിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന 2 ഓപ്പറാൻഡ്സിനെ പോപ്പ് ചെയ്യുന്നു, എന്നിട്ടവിടെ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്നു. ദെൻ ദ റിസൾട്ട് വി ഗെറ്റ് ഇറ്റ് ഈസ് അഗെയിൻ പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് സ്റ്റാക്കിൽ ഒരൊറ്റ എലമെൻറ്റ് മാത്രം ബാക്കി വരുന്നത് വരെ റിപ്പീറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. എക്സാമ്പിൾ നോക്കാം. 2 + 4 × 4 + 6. ഇവിടെ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് ദ പാരാന്തസിസ് ഹാവ് ദ മോസ്റ്റ് പ്രയോറിറ്റി. അതിൻ്റെ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനാണ് 2 4 + 4 6 + into. ഇനി ഫസ്റ്റ് എലമെൻറ്റ് റീഡ് ചെയ്യുന്നു 2. ഇറ്റ് ഈസ് എൻ ഓപ്പറാൻഡ്, സോ ഇറ്റ് ഈസ് പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക്. നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് 4. ഇറ്റ്സ് അഗെയിൻ പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക്. നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് പ്ലസ്. അപ്പോൾ എന്ത് ചെയ്തു? ടോപ്പിൽ വരുന്ന 2 എലമെൻറ്റ്സിനെ പോപ്പ് ചെയ്തു, റിസൾട്ട് എടുത്തു. ദാറ്റ് ഈസ് 2 + 4 which is 6. That 6 is pushed back into the stack. Now പോസ്റ്റ് ഫിക്സ് അഗെയിൻ റീഡ് ചെയ്യുകയാണ്. പ്ലസ് വരെ എത്തിയായിരുന്നു നേരത്തെ. നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് 4. സിൻസ് ഇറ്റ്സ് ആൻ ഓപ്പറാൻഡ് ഇറ്റ് ഇസ് അഗെയിൻ പുഷ്ഡ്. നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് 6. അഗെയിൻ ഇറ്റ്സ് പുഷ്ഡ്. ദ നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് ആൻ ഓപ്പറേറ്റർ വിച്ച് ഇസ് പ്ലസ്. അതുകൊണ്ട് ടോപ്പിൽ വരുന്ന 2 എലമെൻറ്റ്സ് വിച്ച് ഇസ് 6 and 4 അതിനെ പോപ്പ് ചെയ്യും, റിസൾട്ട് കണ്ടുപിടിക്കും. 10 ആണ് വാല്യൂ വരുന്നത്. അതിനെ തിരിച്ച് പുഷ് ചെയ്യും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് വീണ്ടും 2 എലമെൻറ്റ്സ് പോപ്പ് ചെയ്യും. വി ഫൈൻഡ് ദ റിസൾട്ട് ആൻഡ് പുഷ് ഇറ്റ് ബാക്ക് ഇൻ ടു ദ സ്റ്റാക്ക്. ഇപ്പം നമുക്ക് കാണാം എക്സ്പ്രഷൻ ഒരു വാലിഡ് എക്സ്പ്രഷൻ ആയതുകൊണ്ട് only 1 element remains in the stack and the result is 60. So this is how we evaluate an arithmetic expression using stacks. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് അഗെയിൻ എ ലീനിയർ ലിസ്റ്റ് ഓഫ് ഡേറ്റ ഐറ്റംസ് വിച്ച് ഫോളോസ് എ FIFO ഓർഡർ, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളെല്ലാവരും ക്യൂ നിൽക്കുന്നത് പോലെ തന്നെ ആദ്യം വന്ന ആൾക്കാണ് പ്രിഫറൻസ് കിട്ടുന്നത്. ഒരു ക്യൂവിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് ഇസ് ദ ക്യൂ ഫങ്ഷൻ വേർ എ ക്യൂ ഗെറ്റ്സ് ക്രിയേറ്റഡ്. പിന്നെയുള്ളത് NQ ആണ്. NQ എന്നാൽ ഇറ്റ് ആഡ്സ് എ ന്യൂ ഐറ്റം. പിന്നെ നമ്മളൊക്കെ ക്യൂ നിൽക്കുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം വരുന്ന ആൾ ഏറ്റവും പുറകിലായിരിക്കും നിൽക്കുന്നത്, അല്ലേ? അതുകൊണ്ട് NQ ഓപ്പറേഷൻ ഇസ് ഡൺ അറ്റ് ദ റെയർ ഓഫ് ദ ക്യൂ. അതേപോലെ DQ പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക്. അപ്പോൾ DQ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് റിമൂവ്സ് ദ എലമെൻറ്റ് വിച്ച് ഇസ് റൈറ്റ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ. പിന്നെ ഇസ് എംപ്റ്റി ഫങ്ഷൻ. ഒരു ക്യൂ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫങ്ഷനാണിത്. ആൻഡ് ദ സൈസ് ഫങ്ഷൻ റിട്ടേൺസ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ ക്യൂ. നമുക്ക് നോക്കാം 4 ടൈപ്പിലെ ക്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെന്നാൽ സിമ്പിൾ ക്യൂ. ഈ സിമ്പിൾ ക്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. റെയറിൽ ഇൻസേർഷൻ നടക്കുന്നു, ഫ്രണ്ടിൽ ഡിലീഷൻ നടക്കുന്നു. പിന്നെ വരുന്നത് സർക്കുലർ ക്യൂ ആണ്. നമുക്കറിയാം ഒരു സിമ്പിൾ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു അറേ ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചായിരിക്കും. And in an array data structure there is no connection between the starting element and the ending element of the whole array. അതുകൊണ്ടാണ് അതിനെ ഒരു സർക്കുലർ സ്ട്രക്ചറിലേക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു അറേ യൂസ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് വരില്ല. സോ ഹിയർ we treat the array as circular in nature. Next is the priority queue. ഇതിലെന്നാൽ
ഓരോ എലമെൻറ്റിനും അതിൻ്റേതായ പ്രയോറിറ്റി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഓരോ എലമെൻറ്റും ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ ഇൻസേർട്ടും ചെയ്യാം, റിമൂവും ചെയ്യാം അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രയോറിറ്റി. അടുത്ത ടൈപ്പ് DQ ആണ്, ഓർ ഡബിൾ ക്യൂ. ഇതിനകത്ത് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ നമ്മളൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഏത് പൊസിഷനിലാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യണോ റെയറിൽ ഇൻസേർട്ട് ചെയ്യണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഡിലീഷൻ ഓപ്പറേഷനും. ഇവിടെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ടത് പ്രയോറിറ്റി ക്യൂസിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് അതെന്താണെന്ന് നോക്കാം. ഒരു പ്രയോറിറ്റി ക്യൂ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് എവറി ഐറ്റം ഹാസ് എ പ്രയോറിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇത് നമുക്കറിയാം. നെക്സ്റ്റ് വൺ ഇസ് an element with high priority is DQ'd before an element with low priority. അതായത് DQ ഓപ്പറേഷനിൽ എപ്പോഴും ഹയസ്റ്റ് പ്രയോറിറ്റി എലമെൻറ്റ് വിൽ ബി ഡിലീറ്റഡ്. ഇനി രണ്ട് എലമെൻറ്റ്സിന് സെയിം പ്രയോറിറ്റി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ക്യൂവിൽ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് പ്രോസസ്സിംഗ് നടത്തും. Now these are the functions that can be used with a priority queue. Insert function, arguments ആയിട്ട് ഒരു ഡേറ്റ ഐറ്റം വാല്യൂം കൊടുക്കാം, അതിൻ്റെ പ്രയോറിറ്റിയും കൊടുക്കാം. ഗെറ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ഫംഗ്ഷൻ, ഏത് വാല്യൂവിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആ വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യും, പക്ഷേ അവിടെ ഡിലീഷൻ നടക്കത്തില്ല. എന്നാൽ ഡിലീറ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ഫംഗ്ഷൻ, ഇറ്റ് ഡിലീറ്റ്സ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി എലമെൻറ്റ്. സൈഡിലായിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, the queue is formed with the queue function and then insert function. ആദ്യം C is inserted, then O, then D. Now in this example the element with maximum ASCII value is having the highest priority. അപ്പോൾ remove max അല്ലെങ്കിൽ delete highest priority എന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് the highest priority element which is O here, O കാരണം എന്തുകൊണ്ടാണ്? O is having the maximum ASCII value. The value O is removed. Next we insert I, then N, then again using the remove max ഏത് വാല്യൂവിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ മാക്സിമം ASCII വാല്യൂ എന്ന് നോക്കും. അപ്പോൾ നമുക്കറിയാം N has the maximum ASCII value in this example. അപ്പോൾ remove max ചെയ്യുമ്പോഴത്തേക്ക് N is removed. Then again we insert G. And this is how a priority queue works. ഇനി priority queues എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. One is using an array and the second is using binary heaps. First, arrays യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് യൂസിങ് ആൻ അൺസോർട്ടഡ് അറേ, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഏത് പ്രയോറിറ്റി ആണെങ്കിലും അതിനെ സീക്വൻഷ്യലി ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏത് പ്രയോറിറ്റി ആണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ അറേ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഐറ്റം എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ദ ഹോൾ അൺസോർട്ടഡ് അറേ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരും. ഇവിടെ കോംപ്ലക്സിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഇൻസേർഷൻ ടേക്സ് ബിഗ് ഓഫ് 1 ടൈം ആൻഡ് ഡിലീഷൻ ടേക്സ് ബിഗ് ഓഫ് n ടൈം. നെക്സ്റ്റ് വീഡിയോയിൽ കോംപ്ലക്സിറ്റീസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും പറയുന്നതാണ്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു സോർട്ടഡ് അറേ യൂസ് ചെയ്യാനാണെങ്കിൽ ഇൻസേർഷൻ ചെയ്യുമ്പോഴത്തേക്ക് പ്രയോറിറ്റി വൈസ് അതിൻ്റെ പൊസിഷൻ എവിടെ വരുമെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് n ആണ്. എന്നാലോ എക്സ്ട്രാക്ഷൻ്റെ സമയത്ത് ബിഗ് ഓഫ് 1 ടൈം ആയിരിക്കും. കാരണം ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് എപ്പോഴും അറ്റ് ദ ബിഗിനിങ് ഓർ ദ എൻഡ് ഓഫ് ദ അറേ ആയിരിക്കും. ഇനി പ്രയോറിറ്റി ക്യൂസ് ബൈനറി ഹീപ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു ബൈനറി ട്രീ ആണ്. Also it should satisfy the two properties which is shape property and heap property.
ഷേപ്പ് പ്രോപ്പർട്ടി എന്നാൽ ദ ബൈനറി ട്രീ ഷുഡ് ബി കംപ്ലീറ്റ്, അതായത് ഓരോ ലെവലും കംപ്ലീറ്റ് ആയിരിക്കണം എക്സെപ്റ്റ് ദ ലാസ്റ്റ് ലെവൽ. ഓൾസോ വെൻ എ ന്യൂ നോഡ് ഇസ് ഇൻസേർട്ടഡ് ഇറ്റ് ഷുഡ് ബി ഇൻസേർട്ടഡ് അറ്റ് ദ ലാസ്റ്റ് ലെവൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഹീപ്പ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ഇറ്റ് മീൻസ് ദ പേരൻറ്റ് ഓഫ് എ ചൈൽഡ് ഹാസ് ഹയർ പ്രയോറിറ്റി. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബൈനറി ഹീപ്പിൽ റൂട്ട് നോഡ് വിൽ ബി ഹാവിങ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. ഇനി ഇൻസേർട്ട് ഫങ്ഷൻ, അതിൻ്റെ ടൈം കോംപ്ലെക്സിറ്റി ബിഗ് ഓഫ് ലോഗ് n ആണ്. ഗെറ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ഫങ്ഷൻ ഇസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ബിഗ് O of 1 time because the root node is having the highest priority, and delete highest priority is implemented in big O of log n time. ഇനി കുറച്ച് ആപ്ലിക്കേഷൻസ് ഓഫ് പ്രയോറിറ്റി ക്യൂസ് ആണ്. വൺ ഇസ് CPU scheduling and also another one is graph algorithms like Dijkstra's shortest path algorithm, Prim's minimum spanning tree, etc. നെക്സ്റ്റ് നോക്കുന്ന ടോപ്പിക്കാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ആക്ച്വലി ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ. ഇവിടെ ഓരോ ഡേറ്റ ഐറ്റത്തിനെയും നോഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈച്ച് നോഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 parts. First part contains the data and the second part contains a pointer which holds the memory address of the next node in the list. അതിനെ ലിങ്ക് പാർട്ട് എന്നും പറയാൻ പറ്റും. 4 ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ സിംഗിൾ ലിങ്ക് ലിസ്റ്റ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ നോഡിലും 2 പാർട്സ് ഉണ്ടാവും, എ ഡേറ്റ പാർട്ട് ആൻഡ് എ ലിങ്ക് പാർട്ട്. സെക്കൻഡ് ടൈപ്പ് ഇസ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. ഇവിടെ ഓരോ ഡേറ്റ ഐറ്റമിലും ഓർ നോഡ് ഹാസ് 3 പാർട്സ്. ഒരു ഡേറ്റ പാർട്ടും ഉണ്ടാകും, 2 ലിങ്ക് പാർട്സും ഉണ്ടാകും. ആൻഡ് ഇറ്റ് പോയിൻറ്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ് ആസ് വെൽ ആസ് ദ പ്രീവിയസ് നോഡ്. അനദർ ടൈപ്പ് ഇസ് സിംഗിൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഒരു നോർമൽ ലിങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്ന നോഡ്, അതിൻ്റെ ലിങ്ക് പാർട്ട് ഓർ ദ പോയിൻറ്റർ ഇസ് സെറ്റ് ടു നൾ. ബട്ട് സിംഗിൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ the pointer of the last node will be pointed to the first node. അപ്പോൾ അവിടെ ഒരു സർക്കുലർ സ്ട്രക്ചർ വരും. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഇസ് ഡബ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിൽ ഈച്ച് നോഡ് ഹാസ് 3 പാർട്സ്. ഇൻ സർക്കുലർ ഡബിൾ ലിങ്ക് ലിസ്റ്റ് the last node points to the first node and the first node points to the last node as well. Now some advantages of linked lists are it can dynamically allocate memory space and release unused space, due to which operations like insertions or deletions are simplified and consumes very less time as well. Also, linked lists can be used for the representation of quite many data structures like trees, stacks, queues, etc. മറ്റൊരു വെരി ഫെമിലിയർ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് പ്രീവിയസ് URLലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാക്ക് ബട്ടൺ ഞെക്കുമല്ലോ. അപ്പോൾ ദീസ് ആർ ആക്ച്വലി കണക്റ്റഡ് യൂസിങ് എ ലിങ്ക് ലിസ്റ്റ് ഓഫ് URLs. Now, rest of this session we'll be dealing with a very important topic, that is hashing. Hashing is actually a technique for improving the insertion and search operations of data. അപ്പോൾ ഇവിടുത്തെ എയിമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നത് ഇൻസേർഷൻ ആൻഡ് സെർച്ച് ഓപ്പറേഷൻസിൻ്റെ ടൈം കോംപ്ലെക്സിറ്റി ബിഗ് O of 1 ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സൊല്യൂഷനാണ് ഹാഷ് ടേബിൾസ്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഹാഷ് ടേബിളിന് 2 പാർട്സ് ഉണ്ടാകും. വൺ ഇസ് ദ കീ യൂസ്ഡ് ഫോർ ഇൻഡെക്സിങ് and the other part is one or more data fields. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതൊരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഫസ്റ്റ് തിയറി നോക്കി പോവാം.
ദ സൈസ് ഓഫ് ദ ഹാഷ് ടേബിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ടേബിൾ, അതാണ് ടേബിൾ സൈസ് -1, ബിക്കോസ് 0 മുതലായിരിക്കും ഇൻഡെക്സ് ചെയ്ത് പോകുന്നത്. ഇനി ഒരു ഡേറ്റ കിട്ടിയാൽ അത് ടേബിളിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാകും. സോ ദ ഹാഷ് ഫംഗ്ഷൻ കമ്പ്യൂട്ട്സ് എ യുണീക്ക് കീ ഫോർ ഈച്ച് സെൽ ഇൻ ദ ടേബിൾ. നേരത്തെ പറഞ്ഞു ഒരു ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും സെർച്ച് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ഹാഷ് ടേബിൾ എന്ന്. അപ്പോൾ ഓരോ ഡേറ്റയ്ക്കും ഒരു യുണീക്ക് കീ ഉണ്ടാകും. ആ കീ യൂസ് ചെയ്ത് ഹാഷ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇൻഡെക്സ് വാല്യൂവിലായിരിക്കും ആ കീയുടെ കറസ്പോണ്ടിങ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദസ് ഇഫ് കീ 1 is not equal to key 2, അതായത് രണ്ട് കീസ് ഉണ്ടെങ്കിൽ അത് രണ്ടും വേറെയാണെങ്കിൽ ദെൻ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് കീസിനും സെപ്പറേറ്റ് ഇൻഡെക്സ് വാല്യൂസ് ആയിരിക്കണം കിട്ടേണ്ടത്. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ദ ടേബിൾ സൈസ് വിച്ച് വി സെറ്റ് ഷുഡ് ബി എ പ്രൈം നമ്പർ. ഇങ്ങനെ ഇൻഡെക്സിങ് ചെയ്യുന്ന സമയത്ത് ഒക്കർ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ് കൊളിഷൻ. ഹാഷ് ഫങ്ഷൻസ് അപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന ഇൻഡെക്സ് വാല്യൂസ് ഒന്ന് തന്നെയാണെങ്കിൽ അവിടെ കൊളിഷൻ ഒക്കർ ചെയ്തു എന്ന് പറയാം. ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും ബേസിക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാഷ് ഫങ്ഷൻ, വിച്ച് ഈസ് കീ മോഡ് ഓഫ് ടേബിൾ സൈസ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ക്ലിയർ ആകും, അത് നോക്കാം. നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഹാഷ് ഫങ്ഷൻസിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ദ കീ ഇസ് 12041 ആൻഡ് ദ ടേബിൾ സൈസ് ഇസ് 1000. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് യൂസിങ് ദ സ്റ്റാൻഡേർഡ് ഹാഷ് ഫങ്ഷൻ we could get the index value 41 for the first key and 490 for the second key. ഇനി ഒരു ഹാഷ് ടേബിളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. Suppose the hash function gave us the following values. Now the words given here are the data to be stored. അപ്പോൾ ആപ്പിൾ എന്ന വേർഡ് വന്നപ്പോൾ അതിൽ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. കിട്ടിയ വാല്യൂ 5 ആയിരുന്നു. ഇൻഡെക്സ് വാല്യൂ 5 ആയിരുന്നു. ഇനി സൈഡിലത്തെ ടേബിളിൽ നോക്കാം. അവിടെ 5 എന്ന ഇൻഡെക്സിൽ ആപ്പിൾ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് ഹാഷ് ഓഫ് വാട്ടർമെലൺ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ 3 എന്ന ഇൻഡെക്സിൽ വാട്ടർമെലൺ സ്റ്റോർ ചെയ്തു. സിമിലർലി 8 എന്ന ഇൻഡെക്സിൽ ഗ്രേപ്പ് സ്റ്റോർ ചെയ്തു. 7 എന്ന ഇൻഡെക്സിൽ കാൻറ്റലൂപ്പ് സ്റ്റോർ ചെയ്തു. 0 എന്ന ഇൻഡെക്സിൽ കിവി, 9 എന്ന ഇൻഡെക്സിൽ സ്ട്രോബെറി, 6 എന്ന ഇൻഡെക്സിൽ മാംഗോ, 2 എന്ന ഇൻഡെക്സിൽ ബനാന. നൗ ഹണിഡ്യൂ എന്ന ഫ്രൂട്ടിൽ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ the index value that we got was 6. But 6 എന്ന ഇൻഡെക്സിൽ ഓൾറെഡി മാംഗോ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞ പോലെ കൊളിഷൻ ആയിരിക്കുകയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കൊളിഷൻ റിസോൾവിങ് ടെക്നിക്സ് ഉണ്ട്. വൺ ഇസ് സെപ്പറേറ്റ് ചെയിനിങ് ആൻഡ് ദ അതേഴ്സ് ആർ ഓപ്പൺ അഡ്രസ്സിംഗ് മോഡ്സ് വിച്ച് ആർ ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ്. ഇതെല്ലാം നമ്മൾ താഴെ പറഞ്ഞു പോകുന്നുണ്ട്. കൊളിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടെക്നിക്ക് ഇസ് സെപ്പറേറ്റ് ചെയിനിങ്. ഈ ഒരു ഐഡിയയെ ബക്കറ്റ് ഹാഷിംഗ് എന്നും പറയാം. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊളിഷൻ ഒക്കർ ചെയ്യുന്ന ഡേറ്റ എലമെൻറ്റിനെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് ബാക്ക് ടു ബാക്ക് സ്റ്റോർ ചെയ്ത് പോകും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഹാഷിംഗ് ടെക്നിക്കിന് രണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആവശ്യം വരും. ഒന്ന് ഹാഷ് ടേബിൾ ആൻഡ് ഈച്ച് സെൽ ഇൻ ദ ഹാഷ് ടേബിൾ വിൽ ബി എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദ ഹാഷ് ഫംഗ്ഷൻ ഇസ് key mode 7 and the sequence of keys are 50, 700, 76, 85, 92, 73 and 101. ആദ്യത്തെ കീ അപ്പിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാഷ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും.
So 50 will be stored at the index value 1. Next 700 is stored at the index value 0. Now 76 will be stored at the index value 6. Next 85. Hash function apply ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. But at 1 there was already the data item which is 50. അപ്പോൾ അവിടെ ആ ഒരു സെല്ലിനെ ലിങ്ക് ലിസ്റ്റ് ആക്കിയിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് 85 ആ ഇൻഡെക്സിൽ തന്നെ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ഡേറ്റ എലമെൻറ്റ് ഇസ് 92 ആൻഡ് വെൻ അപ്ലൈയിങ് ദ ഹാഷ് ഫങ്ഷൻ ഇൻഡെക്സ് 1 തന്നെ കിട്ടി. അപ്പോൾ വീണ്ടും 85ൽ നിന്ന് നെക്സ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ 92 സ്റ്റോർ ചെയ്യും. Again there is 73 which is stored at the index value 3 and 101 is again stored as the next node to 73. The major advantage of using separate chaining is that the hash table never fills up because ഒരു ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് എത്ര ഡേറ്റ ഐറ്റംസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് പൊക്കോണ്ടിരിക്കാം. നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. In the open addressing technique, linked list യൂസ് ചെയ്യാറില്ല. എല്ലാ ഐറ്റംസും അറേയിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ കേസിൽ ഒരു കൊളിഷൻ ഒക്കർ ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവ് ലൊക്കേഷൻസ് ആർ ട്രൈഡ് അൺടിൽ ആൻ എംപ്റ്റി സെൽ ഇസ് ഫൗണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം the size of the table should be greater than or equal to the total number of keys. എന്നാലല്ലേ എല്ലാ കീസും ടേബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. Now in the open addressing techniques the first method is linear probing. This is very simple. ഒരു കൊളിഷൻ ഒക്കർ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഫ്രീലി അവൈലബിൾ സെൽ ഏതാണെന്ന് നോക്കും. എന്നിട്ട് അവിടെ ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് 50 is stored at index 1, then 700 is stored at index 0, next 76 will be stored at index 6. ഇനി 85 വന്നപ്പോൾ നേരത്തെ കൊളിഷൻ ഒക്കർ ചെയ്തു at index 1. So the next available cell ഏതാണെന്ന് നോക്കും. Here cell 2 is available. Therefore 85 will be stored at the index 2. Then again 92 കണ്ടപ്പോൾ കൊളിഷൻ ഒക്കർ ചെയ്തു at index 1. So it will check the next cell which is 2. It is not empty. Cell 3 നോക്കുമ്പോഴത്തേക്ക് അത് empty ആയതുകൊണ്ട് 92 will be stored there. Similarly 73 and 101 is again stored at cells 4 and 5. Now here the major disadvantage is that it forms primary clusters. നമുക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഹാഷ് ടേബിൾ ഒരിക്കലും വളരെ ചെറുതായിരിക്കില്ല. ഇറ്റ് വിൽ ഹാവ് thousands and thousands of entries. അങ്ങനെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കൊളിഷൻസ് ഒക്കർ ചെയ്യുന്ന സ്ഥലത്ത് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് there are several other methods, of which the next one is quadratic probing. ലീനിയർ പ്രോബിങ്ങിൽ ഏറ്റവും അടുത്തുള്ള അൺഒക്യുപ്പൈഡ് സെല്ലായിരുന്നു നോക്കിയിരുന്നത്. ബട്ട് ക്വാഡ്രാറ്റിക് പ്രോബിങ്ങിൽ ചെയ്യുന്നത് ഒരു കൊളിഷൻ ഒക്കർ ചെയ്താൽ i² സ്ലോട്ട്, അതായത് ith ഇറ്ററേഷനിൽ i² സെല്ലായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് താഴെ പറയുന്നുണ്ട്. എക്സാമ്പിളിൽ അത് ക്ലിയർ ആകും. Here the hash function is hash of x plus i² of mod table size. Example വെച്ച് നോക്കാം. Suppose the sequence of keys are 89, 18, 49, 58 and 69 and the hash function is key mod 10. First നമ്മൾ 89 ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 89 mod 10 is equal to 9. 9 is empty, therefore we insert 89. സൈഡിലത്തെ ടേബിൾ നോക്കാം. നെക്സ്റ്റ് വി ഹാവ് ടു ഇൻസേർട്ട് 18. അവിടെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 8 ആണ് കിട്ടുന്നത്. അഗൈൻ 8 ഇസ് എംപ്റ്റി, ദെർഫോർ വി ക്യാൻ സ്റ്റോർ ഇറ്റ് അറ്റ് 8. ഇനി നെക്സ്റ്റ് വി ഹാവ് ടു ഇൻസേർട്ട് 49. 49 mod 10 is equal to 9.
but it is actually already filled. അപ്പോൾ എന്ത് ചെയ്യും? The first iteration occurs and the hash function is recalculated. നേരത്തെ ഹാഷ് ഫംഗ്ഷൻ നമ്മൾ കണ്ടു, hi of x is equal to hash of x plus I square. Here I is the ith iteration. ഫസ്റ്റ് കൊളിഷൻ occur ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഫസ്റ്റ് iteration ആണ്. So I is equal to 1. Therefore 9 plus 1 square mod 10 will give 10 mod 10 which is equal to 0. Index 0 ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ unoccupied ആണ്. Therefore we fill it with 49. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 58 ആണ്. അവിടെ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി ഗെറ്റ് ദ ഇൻഡെക്സ് വാല്യൂ 8, ബട്ട് 8 വാസ് ഓൾറെഡി ഫിൽഡ്. സോ നെക്സ്റ്റ് ഫസ്റ്റ് ഐട്രേഷൻ ആയിരിക്കും. ഫസ്റ്റ് ഐട്രേഷനിൽ 8 പ്ലസ് 1 സ്ക്വയർ മോഡ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മോഡ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 9. 9 ഓൾറെഡി ഫിൽഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ഐട്രേഷൻ വരും. സെക്കൻഡ് ഐട്രേഷനിൽ എന്ത് സംഭവിക്കും? 8 പ്ലസ് 2 സ്ക്വയർ മോഡ് 10 എന്തായിരിക്കും? 12 mod 10 which is equal to 2. 2 is empty. Therefore 58 is occupied at the index 2. ഇനി 69 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എവിടെയാണ് വരുന്നതെന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം. ആക്ച്വലി ആൻസർ ഇസ് ഓൾറെഡി ഗിവൻ. അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. Now, the major disadvantage of quadratic probing is forming of secondary clusters. Here, the elements that hash to the same position will form collisions. എന്നിട്ട് ഹാഷ് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സെയിം പൊസിഷൻസ് ആയിരിക്കും വീണ്ടും വീണ്ടും അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് അഗൈൻ വിത്ത് ദ നമ്പർ ഓഫ് ഐട്രേഷൻസ് ബീങ് ഇൻക്രീസ്ഡ് ദ നെക്സ്റ്റ് പോസിബിൾ ലൊക്കേഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ടു അവോയ്ഡ് ദിസ് ദർ ഇസ് ദ നെക്സ്റ്റ് മെത്തേഡ് വിച്ച് ഇസ് ഡബിൾ ഹാഷിംഗ്. ഇവിടെ രണ്ട് ഹാഷ് ഫംഗ്ഷൻസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കൊളിഷൻ ഒക്കർ ചെയ്താൽ ദ സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ ഇസ് അപ്ലൈഡ്. ദസ് hi of x where I is the ith iteration. ഇനീഷ്യലി ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് I will be equal to 0. Now, hi of x is equal to hash of x plus I into hash 2 of x. Hash 2 of x is the second hash function. And this term ഇലേക്ക് മോഡുലസ് അപ്ലൈ ചെയ്യും. ദസ് ആ ഒരു സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സിംപ്ലി ഹാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഹാഷ് ഓഫ് എക്സ് മോഡ് ടേബിൾ സൈസ്. അവിടെ കൊളിഷൻ ഒക്കർ ചെയ്താൽ ഹാഷ് ഓഫ് എക്സ് പ്ലസ് hash 2 of x, that is second hash function mod table size. എന്നിട്ടും collision occur ചെയ്താൽ then what happens? Hash of x plus 2 into hash 2 of x mod table size, etc. etc. Now suppose ഈ ഒരു ടേമിൽ സെക്കൻഡ് ടൈമും collision occur ചെയ്താൽ എന്ത് സംഭവിക്കും? The next term will be hash of x plus 3 into hash 2 of x mod table size. എക്സാമ്പിൾ നോക്കാം. ഒരു സിമ്പിൾ ഹാഷ് ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആസ് ദ പ്രൈമറി ഹാഷ് ഫംഗ്ഷൻ key mod 10. Now let the second hash function, that is hash 2 of x, be r minus x mod r. Now r is set as the primary number which is immediately smaller than the table size. ഇവിടെ ടേബിൾ സൈസ് എടുത്തത് 10 ആയിട്ടാണ്. അപ്പോൾ 10ന് താഴെയുള്ള പ്രൈം നമ്പർ is 7. Therefore r is set as 7. Now let the sequence of keys be 89, 18, 49, 58, 69 and 23 as taken before. അപ്പോൾ ആദ്യമേ hash 2 of x കണ്ടുപിടിച്ച് വയ്ക്കാം. ദാറ്റ് ഈസ് ഓരോ കീ വാല്യൂവിനും hash 2 of x കണ്ടുവയ്ക്കുകയാണ്. Now 89ഉം 18ഉം കാണാത്തത് hash 2 of x കാണാത്തത് they are the first elements. അവിടെ കൊളിഷൻ ഒക്കർ ചെയ്യാതെ തന്നെ അവരെ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ്. നൗ hash 2 of 49 എന്തായിരിക്കും? r minus x mod r, right? That is 7 minus 49 mod 7.
which will be equal to കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കാണാം 7 മൈനസ് 0 ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സിമിലർലി ഹാഷ് 2 ഓഫ് 58, ഹാഷ് 2 ഓഫ് 69 ആൻഡ് ഹാഷ് 2 ഓഫ് 23 ഈസ് കാൽക്കുലേറ്റഡ്. ഇനി പ്രോപ്പർ ഹാഷ് ടേബിൾ ഇൻസേർഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇൻസേർട്ട് 89. ഇവിടെ 89 mod 10 is 9. It is empty, therefore it's inserted. Next insert 18. Again 18 mod 10 is equal to 8. ഹാഷ് ടേബിൾ 8 empty ആയതുകൊണ്ട് 18 അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 49 ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ വാല്യൂ കിട്ടിയത് 9 ആണ്. ബട്ട് there is a collision there. അപ്പോൾ സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഐട്രേഷൻ തുടങ്ങുകയാണ്. ദാറ്റ് ഈസ് 9 പ്ലസ് ഹാഷ് 2 ഓഫ് 49 വിച്ച് ഇസ് 7. Therefore 9 plus 7 mod 10. This will be equal to 16 mod 10 which is equal to 6. Now 6 is empty, therefore 49 is placed there. Next insert 58. Again the same process happens. ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷനിൽ 8 ആയിരിക്കും കിട്ടുന്നത്. അവിടെ കൊളിഷൻ അക്കർ ചെയ്യുന്നത് കൊണ്ട് ദ സെക്കൻഡ് ടേം ഇസ് കാൽക്കുലേറ്റഡ് വിച്ച് ഇസ് 8 പ്ലസ് ഹാഷ് 2 ഓഫ് 58 വിച്ച് ഇസ് 5. 8 plus 5 mod 10 that is equal to 3. 3 is empty, അതുകൊണ്ട് 58 അവിടെ പ്ലേസ് ചെയ്യും. സിമിലർലി വി ഇൻസേർട്ട് 69 ആൻഡ് 23. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് സെൻഡ് ചെയ്യാവുന്നതാണ്. So these are all the methods with which we prevent collisions. Also UGC net previous papers എടുത്ത് നോക്കിയാൽ ഹാഷിങ്ങിൽ നിന്ന് മാത്രം ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. മിനിമം ഒരു ക്വസ്റ്റ്യൻ പെർ പേപ്പർ കാണാറുണ്ട്. സോ വി മസ്റ്റ് ബി ക്ലിയർ വിത്ത് ദീസ് കൺസെപ്റ്റ്സ്. ഇനി റീഹാഷിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ ഒരു ടേബിളിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് ടേബിൾ ഓൾമോസ്റ്റ് ഫുൾ ആകുമ്പോഴത്തേക്ക് we create a new table which is at least twice as big as the original table. എന്നിട്ട് ഓരോ എലമെൻറ്റിനും ന്യൂ ഹാഷ് വാല്യൂ കണ്ടുപിടിച്ച് അവിടെ ഇൻസേർട്ട് ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് റീഹാഷിംഗ്. ബട്ട് വെൻ ഡു വി ആക്ച്വലി റീഹാഷ്? ദിസ് ഇസ് ഡൺ വെൻ ദ ടേബിൾ ഇസ് ഓൾമോസ്റ്റ് ഹാഫ് ഫുൾ. ബിക്കോസ് ഇപ്പോൾ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരേ പൊസിഷൻസ് ആയിരിക്കും വീണ്ടും വീണ്ടും പ്രോബ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ടേബിൾ ഒരു പ്രാവശ്യം എൻറ്റയർ ആയിട്ട് സ്കാൻ ചെയ്ത് അവൈലബിൾ പൊസിഷൻസ് ഇല്ലയെന്ന് കണ്ടാൽ അവിടെ ഇൻസേർഷൻ ഫെയിൽ ആകും. ദാറ്റ് ഈസ് വൈ ബിഫോർ ദ ടേബിൾ ഇസ് ഹാഫ് ഫുൾ വി ഹാവ് ടു റീഹാഷ്. സോ വിത്ത് ദിസ് ടോപ്പിക് ഇസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ യുവർ ടൈം and have a good day.